തിരുവോണം ബമ്പർ കച്ചവടം ആവേശകരമായ അവസാന വിൽപ്പനയിലേക്ക് കടക്കുകയാണ്. നറുക്കെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ടിക്കറ്റ് വിൽപ്പന 60 ലക്ഷം കടന്നിരിക്കുകയാണ്. കച്ചവടം കുതിക്കുകയാണെങ്കിൽ സർക്കാർ അടുത്തയാഴ്ച കൂടുതൽ ടിക്കറ്റ് അച്ചടിക്കും. വല്ലപ്പോഴും ഇങ്ങനെ തോന്നിയാ എടുക്കും. തിരുവോണം ബമ്പറായതുകൊണ്ട് എടുത്തത്. ഇതും ഷെയർ ഇട്ടെടുത്താണ് 3 പേര് ഞങ്ങൾ. ഓഫീസ് വൈസിലെടുക്കും, അങ്ങനെ എടുക്കുന്നു. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതാ ഇന്നൊരെണ്ണം എടുത്തു. ഓഫീസ് വൈസിലെടുക്കുമ്പോൾ നമ്മൾ 3-4 എടുക്കും. തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രമാണ്. ഓണം പോലെ തന്നെ ആവേശത്തിലാണ് ബമ്പർ കച്ചവടവും. അച്ചടിച്ച 70 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് തീരുന്ന ഘട്ടത്തിലേക്ക് കച്ചവടം അടുക്കുകയാണ്. മിനിമം ഒരു 500 വല്ലപ്പോഴൊക്കെ ഒന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ട്. എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. തിരുവോണം ബമ്പറിൽ കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് തിരുവോണം ബമ്പറിൽ 500 കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴല്ല, 3-4 ലക്ഷം മുമ്പ്. കിട്ടിയ സന്തോഷം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും എടുക്കും. എപ്പോഴല്ലോ ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നും എടുത്താൽ മതി. ഓണനാളുകൾ കടന്നുപോയെങ്കിലും തിരുവോണത്തിന്റെ ആവേശം നാട്ടിൽ അടങ്ങിയിട്ടില്ല. ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ഓണമാണ്. കാരണം തിരുവോണം ബമ്പർ വിൽപ്പന അവസാന ആവേശത്തിലേക്കാണ്. ഒക്ടോബർ 5-നാണ് 25 കോടി നേടുന്ന ഭാഗ്യവാനെ നറുക്കെടുക്കുന്ന ആ ദിനം. 70 ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി ഡയറക്ടറേറ്റ് അച്ചടിച്ചത്. വിൽപ്പന ഇപ്പോൾ 60 ലക്ഷം കടന്നു. എപ്പോഴും അവസാന ആഴ്ചയാണ് വിൽപ്പന റോക്കറ്റ് പോലെ കുതിക്കുന്നത്. ഇത്തവണയും അതുതന്നെയാണ് ട്രെൻഡ്. ലോട്ടറി എടുക്കുന്നവർക്ക് പൊതുവെ ഒരു വിശ്വാസമുണ്ട്. ഒരിക്കൽ സമ്മാനം കിട്ടിയ കടയിൽ ഭാഗ്യം വീണ്ടും തേടിയെത്തിയേക്കാം. അതിനാൽ ആദ്യമായി 25 കോടി രൂപ ഒന്നാം സമ്മാനം അടിച്ച തലസ്ഥാനത്തെ ഭഗവതി ലോട്ടറീസിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ബമ്പർ ആവേശത്തിന് കുറവില്ല. ഇപ്പോൾ എല്ലാവർക്കും ശമ്പളം കിട്ടി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ശമ്പളം കിട്ടി കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും കറക്റ്റ് സെയിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സെയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 തീയതി അടുപ്പിച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു സെയിൽ വീണ്ടും പതുക്കെ കയറി വരും. കാരണം സാലറി കിട്ടി എല്ലാവരും മാർക്കറ്റിൽ ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. പിന്നെ വേറെന്ന് വെച്ചാൽ ആദ്യത്തെ 25 കോടി അടിച്ച കടയാണത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നിലവിൽ തിരുവോണം ബമ്പർ കച്ചവടം പൊടിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇതിനോടകം 10 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. 2-ാം സ്ഥാനത്ത് 8 ലക്ഷം ടിക്കറ്റ് വിറ്റ തിരുവനന്തപുരം ജില്ലയാണ്. 3-ാം സ്ഥാനത്ത് 7 ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ച തൃശ്ശൂരും. കഴിഞ്ഞ വർഷം ആകെ 76 ലക്ഷം തിരുവോണം ബമ്പർ ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. ഇത്തവണ ഓണത്തിന് 1 മാസം മുൻപേ വിൽപ്പന തുടങ്ങിയിരുന്നു. നവരാത്രി വരെയുള്ള 2 മാസം കച്ചവടം നീണ്ടു. അതിനാൽ അവസാന ദിവസത്തെ ആവേശത്തിലാണ് സർക്കാരിൻ്റെയും പ്രതീക്ഷ. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.